അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സിലോ അൺലോഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വയർ കണ്ടോ, സൗണ്ട് ഉണ്ടാവും, ഇത് ഇവിടെ ഫിറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് തുടങ്ങാൻ. അതിന് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ സിലോ ലെവലപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം അതിനു വേണ്ടി സിലോ കുറച്ച് പൊന്തിക്കണം. ആ പൊന്തിച്ചതിന് ശേഷം നമ്മൾ വന്നിട്ട് നമ്മൾ ഈ ലെഗുകൾ കണ്ടോ, ഈ ലെഗ് താത്തിയിട്ട് വളരെ ക്ലിയറാക്കി താത്തിയിട്ട് ഇവിടെ നമ്മുടെ ഇത് കണ്ടോ, ഒരു സ്പിരിറ്റ് ലെവൽ ഇതിവിടെ സെൻറ്ററിൽ കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ലോഡ് ഇറക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗത്തെ ലെഗും താത്തിയിട്ട് രണ്ട് ഭാഗത്തും കണ്ടോ ഇതുപോലുള്ള നമ്മുടെ ഈ സാധനമുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ആദ്യം ലെവലാക്കണം. അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ എർത്ത് കൊടുക്കണം. കണ്ടോ ഈ എർത്ത് കേബിൾ നമ്മൾ ഇവിടെ കമ്പി കൊടുക്കണം. ഇപ്പോൾ ഓൾറെഡി കമ്പനീൻ്റെതുള്ളതിനെ കൊണ്ട് നമുക്കത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതിന് ശേഷം സിലോ ലെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ഈ മെയിൻ വാൾവ് ഇത് കണ്ട, മെയിൻ വാൾവിൻ്റെ ഇത് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണം. അത് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഡെൻമാർക്കിലാണ് ലോഡ് ഇറക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഡ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ആവശ്യമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എയറിൻ്റെ പൈപ്പിൻ്റെ അത് അവിടുന്ന് പിന്നെ കണക്റ്റ് ചെയ്യണം. അത് കണക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് അത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ സിലോ പൊന്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് പഴയ സിലോ ആണ്, ഓട്ടോമാറ്റിക്കും ഉണ്ട് അല്ലാത്തതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു കമ്പനി നമ്മൾ കൊടുത്തു നിർത്തിയാൽ ഇത് നമ്മൾ സിലോ അത് വേണ്ട, ഇത് ഹപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുന്നതാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഈ സ്വിച്ച് കണ്ടോ, ഈ സ്വിച്ച് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓണാകുന്ന നേരം ബാക്കി പൊന്താനുള്ളത് പൊന്തും, നമ്മുടെ സിലോ പൊന്തും. ഓക്കെ. അപ്പോൾ ഇത് സിലോ പൊന്തിയാക്കിയുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ഐറ്റംസ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പ് ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പനിയിൽ നിന്ന് പറയും നമ്മൾ എത്ര പ്രഷറാണോ ഇറക്കേണ്ടതെന്നുള്ളത്. മനസ്സിലായി? ഇപ്പോൾ നമ്മളിവിടെ ഇറക്കുന്ന സമയത്ത് നമ്മളോട് പറയും, ഇവിടെ എഴുതി വെച്ചാണ്ടോ മാക്സിമം 2 ബാർ എന്ന് കണ്ടോ, മാക്സിമം 2 ബാർ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ബാർ വരെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സാധനം ഇറക്കാം. പക്ഷെ എന്നോട് പറഞ്ഞ 1 ബാറിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 ബാറിലാണ് ഇപ്പോൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പിന്നെ പ്രഷറിൻ്റെ ഗേജിൻ്റെ അകത്ത് നോക്കണം എത്രയാണ് പ്രഷർ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നീല പൈപ്പ് കണ്ടോ, ഇത് നമ്മുടെ പ്രൊഡക്റ്റ് തള്ളാൻ വേണ്ടിയിട്ട് എയർ വരുന്ന കേട്ടോ. ഇതിനുള്ളിൽ കൂടെയാണ് ഹൈ പ്രഷർ വന്നിട്ടാണ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ഉള്ളോട്ട് കയറി പോവുക. അപ്പോൾ ഇത് കണ്ടോ, പ്രൊഡക്റ്റ് പോകുന്ന കാണുന്നുണ്ടോ? അത് പ്രൊഡക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കറക്റ്റ് ശ്രദ്ധിച്ചാൽ കാണാം പ്രൊഡക്റ്റ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലോ പ്രഷർ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെവലിൽ ഇതാക്കിയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഡ് പിന്നെ കറക്റ്റായിട്ട് സ്മൂത്തിൽ ഇറങ്ങി പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രഷറിൻ്റെ നോക്കി നിൽക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഞാൻ പറയില്ലേ, നമ്മുടെ ഈ ലെവലിങ് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി നിർത്തുന്നതിനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സിലോ ചെരിഞ്ഞു പോകാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ കാറ്റിൻ്റെ ദിശേൻ്റെ കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം കാറ്റിൻ്റെ പ്രശ്നമുള്ളതിനെ കൊണ്ട് ഇത് ചിലപ്പോൾ ആടി വീഴാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? വെറും ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതല്ല, 25 ടണ്ണ് സാധനമായിട്ടാണ് ഇതിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പിന്നെ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും എന്തുണ്ടാവണം, ഇവിടെ ഉണ്ടാവണം. പിന്നെ ഈ ഗ്രാനൽസ് ഇറക്കുകയാണെങ്കിൽ വലിയ വിഷയമില്ല, ഗ്രാനൽസ് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളൂ. പൊടിയാവുന്ന നേരം ചിലപ്പോൾ എന്തുണ്ട്, സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
പൊടി നമ്മളെപ്പോഴും നമ്മളൊരു കൺവെർട്ടർ തന്നെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് ഇറക്കണം. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മുടെ ഈ സിലോ നമുക്ക് ആ സ്റ്റീലിൻ്റെത് കണ്ടോ, അതൊരു 4 എണ്ണം വരെ പൊന്തും. അത് മാക്സിമം 4 എണ്ണം വരെ പൊന്തിച്ചതിന് ശേഷം നമുക്ക് ലോഡ് നല്ല സ്മൂത്തായിട്ട് ഇറക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വിച്ച് കണ്ടോ, ഇതാണ് നമ്മുടെ കംപ്രസർ ഓൺ ആക്കാനുള്ള സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ഞെക്കിയിട്ട് നമ്മൾ കംപ്രസർ ഓൺ ആക്കണം. ഓൺ ആക്കിയതിന് ശേഷം നമ്മളെ കംപ്രസറിൻ്റെ ഫാനുണ്ട്, കംപ്രസറിൻ്റെ ഫാനിൻ്റെ സ്വിച്ച് നമ്മൾ മസ്റ്റായിട്ട് ഓൺ ആക്കിയിരിക്കണം. മനസ്സിലായില്ലേ? അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ മറ്റേ എയർ, ചൂട് എയർ അല്ലാണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്, നമ്മളിപ്പോൾ ഗ്രാനുവൽസ് ആണ് ഇറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ആ ഗ്രാനുവൽസ് ഉരുകി പോകും, നല്ല ഹൈ പ്രഷറിലെ ചൂട് വരുന്നത്. അപ്പോൾ അതില്ലാണ്ടാക്കാനാണ് ആ പൈപ്പ് എപ്പോഴും തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാനില്ലേ, കംപ്രസറിൻ്റെ ഫാനും കൂടെ വർക്ക് ചെയ്യിച്ചിരുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഈ പ്രൊഡക്റ്റ്, ഈ പൊടി ഇറക്കുന്ന നേരം നമ്മുടെ ശ്രദ്ധ എപ്പോഴും എന്തുണ്ടാവണം, ഈ ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം. സാധാരണ ഇത് പെട്ടെന്ന് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളെ ഈ ടാങ്ക് ഉണ്ടല്ലോ, ഇവരെ ഈ ടാങ്ക് ഫുള്ളായാൽ തന്നെ നമുക്കെന്താവും, നമ്മുടെ പ്രൊഡക്റ്റ് ഇതിനകത്ത് നിന്നു. അപ്പോൾ നമ്മൾ ഇറക്കുന്നതിൻ്റെ പ്രശ്നമല്ല, പക്ഷേ അന്നപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം കൊണ്ടാണ് അത് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖം മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു പുതിയ വരുന്ന ആളുകൾക്ക് സിലോനെ കുറിച്ചുള്ളൊരു അറിവ് മാത്രമാണ് ഞാൻ തന്നത്. ഇതിൻ്റെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ഓരോ സാധനം ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.